ഹലോ ഗെയ്സ്, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്. അവിടെ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് പയ്യാമ്പലം ബീച്ചിൽ നിന്ന് മെയിൻ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ബീച്ച് സൈഡിലൂടെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, അതായത് പാർക്കിലേക്ക് പോകുന്ന ആ എൻട്രൻസും കൂടി കഴിഞ്ഞ് നേരെ പോകണം. അതായത് പുളിമുട്ടിൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് വർക്ക് കംപ്ലീറ്റ് അല്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോക്ക് അലൗഡ് അല്ല, കർശനമായി നിരോധിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് എല്ലാവരും പോകുന്നുണ്ട്, ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം, ഒന്ന് ചെന്ന് നോക്കാം. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി വരുന്നത്. അത് വഴിയൊന്നും റെഡി ആയില്ല, നമ്മൾ പണി തീർന്നിട്ടില്ല. അത് വർക്ക് കഴിയാത്തതുകൊണ്ട്, പണി തീരാത്തതുകൊണ്ട് വഴിയൊന്നും ക്ലിയർ അല്ല. നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണാം. ആ ബോർഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നോ എൻട്രി, അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. വലത്ത് സൈഡ് നമുക്ക് ബീച്ച് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇടത്ത് സൈഡ് പാർക്കിൻ്റെയും ബീച്ചിൻ്റെ ഇടയിൽ വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബീച്ചാണ് ബാക്ക് സൈഡ്. ഞങ്ങൾ വന്ന ആ ഏരിയയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ പോകാം. നല്ല വൈബ് ഉണ്ട് കേട്ടോ നടക്കാൻ. ഒന്നാമത് നല്ലൊരു ഏരിയ, കടലിൻ്റെ കാറ്റും പിന്നെ തിരമാലകളുടെ ശബ്ദവും, പിന്നെ ഒന്നും പറയണ്ടല്ലോ. അപ്പം ബീച്ചല്ലേ, ബീച്ചാകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ഒരു ഇത് ഉണ്ടാവുമല്ലോ. പിന്നെ ഈ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല രീതിയിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് കാല് അതിലേക്ക് കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. വീണ് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാല് നടക്കുന്ന കൃത്യമായി ശ്രദ്ധിച്ചില്ല, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നടന്നു പോകുമ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലത്തെ ഒരു കടലും പുഴയും കനാലും ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ വെള്ളം അത്രയ്ക്ക് ശുദ്ധിയെല്ലാം തോന്നുന്നു, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പേരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നല്ല വൈബുള്ള ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണുന്നത്. നല്ല ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആണ്, ലീവും ആണ്, ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇത്. നടക്കുമ്പോൾ നല്ല റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ല പണി കിട്ടും. മൊബൈൽ ഫോണ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നെല്ലാം എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് പോവും. കാരണം ഈ കല്ല് ഒന്നും നമുക്ക് നീക്കാനോ അനക്കാനോ ഒന്നും പറ്റില്ല, നല്ല ഗ്യാപ്പ് ഉണ്ട്. പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറയാൻ കഴിയില്ല. കൈ എത്തുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ എടുക്കാം. അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക, നല്ല രസമുണ്ട് കേട്ടോ. പോയി നടന്നുകൊണ്ടിരിക്കുക, നല്ല ഗ്യാപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നോക്ക്, വലിയ ഗ്യാപ്പാണ്. ബീച്ച് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല പൊളി വൈബുണ്ട്. ഈവനിങ്ങും കൂടി ആയതുകൊണ്ട് ഒരു ചേട്ടൻ ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് മീനിനെ പിടിക്കേണ്ട ചൂണ്ടയും കുറച്ച് മീനിക്ക് കൊടുക്കേണ്ട തീറ്റയൊക്കെ എടുത്തിട്ടാണ് ആ ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഇവിടുത്തെ സ്ഥിരം ആളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയി എത്തൂല. കാരണം ഒരു 100 മീറ്ററോളം ഉണ്ട് അങ്ങോളം എത്തുമ്പോൾ. 100 മീറ്ററിന് അടുപ്പിച്ചുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാണുന്നില്ല എൻഡ്, അങ്ങ് എത്തണം. ഒരുപാട് പേര് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ആ വലത്തെ സൈഡ് നല്ല മനോഹരമായ ബീച്ച്, ഇടത്തെ സൈഡ് ഇതാ കടലും പുഴയും ഒരുമിച്ച് ചേരുന്ന ആ സ്ഥലം. ഇത് പുഴയല്ല, കനാലാന്ന് തോന്നുന്നു. ആ ബീച്ചിൻ്റെയും പാർക്കിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിലുള്ള കെട്ടിക്കിടക്കുന്ന പോലത്തെ വെള്ളം കടലായിട്ട് ചേരുന്ന ആ സ്ഥലം അത്. ആ ചേട്ടൻ അവിടെ ഇരുന്ന് മീൻ പിടിക്കേണ്ട പരിപാടിയാണ്. ചേട്ടൻ തീറ്റയൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. എന്താ ഗ്യാപ്പ് അല്ലേ പാറകൾ തമ്മിൽ. ഒരുപാട് പേരുണ്ട്, അങ്ങോട്ടെത്തുമ്പോൾ ആൾ കൂടി വരിക. നല്ല വൈബ്, നല്ല കാറ്റ്, തിരമാലകളുടെ ശബ്ദം, പിന്നെ ഒന്നും പറയണ്ട. ഈവനിങ് ആയതുകൊണ്ട് ഈ ആകാശമൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ കാണുമ്പോൾ തന്നെ. കുറച്ചുകൂടി അങ്ങോട്ടെത്തുമ്പോൾ അതിന് സൂപ്പറായിട്ട്. ഇതാ
ബീച്ച് നോക്ക്, ബീച്ചിന് അങ്ങേ സൈഡൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവിടെയും ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് പ്രവേശനം ഇല്ലയെന്നല്ലേ. പുലിമുട്ടിന് മുകളിലൂടെ നടക്കുന്നത് അപകടകരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത് ഇത് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഗ്യാപ്പൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. കണ്ട തിരമാലകളൊക്കെ അടിച്ചു വരുന്ന ഒരു എൻഡ് പോയിൻ്റാണ് ഇത്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ തിരമാലകൾ ഇങ്ങനെ അടിച്ച് വീശുന്ന നമുക്ക് കാണാം. ഈ സൈഡ് നോക്ക്, ഇവിടെയും ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയി അങ്ങോട്ടെത്തുമ്പോൾ വൈബ് കൂടി വരിക. ആ ആകാശം നോക്ക്, എന്ത് ഭംഗിയല്ലേ. കുറച്ചുകൂടി അങ്ങോട്ടെത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു ഈവനിങ് ഈ സൺ സെറ്റൊക്കെ കാണണമെങ്കിൽ ഈവനിങ് പയ്യാമ്പലം ബീച്ച് വന്നു കഴിഞ്ഞാൽ കിടലനായിട്ട് കാണാൻ പറ്റും. അങ്ങേ സൈഡൊക്കെ ഇല്ല, പൊളി. നടന്ന് ഒരുപാട് അങ്ങ് എത്തി. നടക്കാൻ നല്ല റിസ്ക് കേട്ടോ, കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് കുഴിയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ആ പാറ ഉണ്ടോ ഇപ്പുറത്തിതാ തിരമാല അടിക്കുന്ന. വാ എന്താ രസമല്ലേ, വാ അതിമനോഹരം, സൂപ്പർ. പയ്യാമ്പലത്തിൻ്റെ ഭംഗിയാണെങ്കിലേ എൻ്റെ എൻഡിപ്പെട്ടു. ഒരു ചേട്ടനുണ്ട് അവിടുന്ന് കുളിക്കുന്ന കേട്ടോ. വാവ്, ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക, എത്തുന്നില്ല ഗെയ്സ്. ഇനി കുറച്ചുകൂടി ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്ക്, അതാ ആ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കൂടി കിടിലൻ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വീശുന്നു. തിരമാലകൾ കാണാൻ ഒരു പ്രത്യേക വൈബാണ്. എന്താ എൻ്റെ എത്താനായിട്ടില്ല, കുറച്ചുകൂടി പോകണം. നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റായിപ്പോയി. ഒന്നാമത് 5:30 കഴിഞ്ഞ് 6 മണി അങ്ങനെ ആയി. അതുകൊണ്ടാണ് പിടിച്ച പോലെയുള്ള. കുറച്ചുകൂടി നേരത്തെ ഒരു 4 മണി 5 മണി ടൈം ആണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ. ഇപ്പം ഞങ്ങൾ അവിടെ എത്തി തിരിച്ചു വരുന്ന സമയത്ത് എന്തായാലും ഇരുട്ടാവും. പാറക്കെട്ടിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭയങ്കര വൈബാണ്. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച സാധനമല്ലേ ഇത്. എന്താ തിരമാല, സൂപ്പറല്ലേ. നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് പറയണം കേട്ടോ. ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം. ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എത്താറായി. ഞങ്ങളിങ്ങനെ പോയി അവസാനം എൻഡ് പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട വലിയ പാറകളല്ലേ. വാവ്, ആകാശത്തിൻ്റെ ആ ഭംഗിയുണ്ടോ, എന്താല്ലേ. അവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഒരുപാടല്ല, കുറച്ച് പേര്. കണ്ട പാറ അടുക്കി വെച്ചത്. ടോപ്പ് നല്ല ലെവലാണ്, പക്ഷെ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ചവിട്ടാനൊക്കെ കൃത്യമായിട്ട് കിട്ടും. പക്ഷേ ഗ്യാപ്പിൻ്റെ ഇടയിൽ കാല് വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങ് ഒടിഞ്ഞു അല്ല, ഉൾക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എത്തി, മുകളിലെത്തി കേട്ടോ. ഫ്ലാറ്റൊക്കെ കാണുന്നുണ്ടോ. എന്താ ഞാൻ അതിൻ്റെ മുകളിലൊന്ന് കയറട്ടെ. ആ ടോപ്പിലൊന്ന് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. വാ, എന്താ കയറിയപ്പോൾ കണ്ട കാഴ്ച കടലിൻ്റെ ആ തിര അടിക്കുന്നുണ്ട്. എന്താ അല്ലേ ആകാശം. വാ, എന്താ അടി. ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ നേരത്തെ വന്ന ആൾക്കാരാണ്. ഒരുപാട് പേര് ഇവിടെ എത്തുമ്പോൾ ഒരു നല്ല കാറ്റാട്ടോ. കാറ്റും പിന്നെ ഒരു തണുപ്പ് ഫീലിങ്സും പിന്നെ കടലിൻ്റെ ശബ്ദവും എല്ലാം കൂടി വൈബാണ്. എന്താ ഒരുപാട് പേര് വ്ളോഗൊക്കെ എടുക്കുന്നവരുണ്ട്. ഇതൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്
ആ തിരമാലയൊക്കെ അടിക്കുന്നതുണ്ട. വാ, അവിടുന്ന് പോവാൻ തോന്നില്ല, കുറേ സമയം അവിടെ ഇരിക്കാൻ പറ്റും. ഒന്നാമത് കടലിൻ്റെ ഇങ്ങോളം എത്തിയില്ലേ, ഒരു 100 മീറ്ററോളം ഇങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ആ ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കുന്നതിലും കൂടുതൽ കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ ഭയങ്കര, ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന പോലെ ആയിപ്പോവും. അത്രയും നല്ലൊരു ഇരിക്കാൻ പറ്റിയൊരു ഏരിയ. പക്ഷേ അലോഡല്ല കേട്ടോ, ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരിക്കലും ഇങ്ങോട്ട് വരാനോ ഒരു ബോർഡുള്ളത് കൊണ്ട് നമ്മളൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഞങ്ങളിപ്പോൾ എല്ലാവരും വന്നത് കൊണ്ട് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കയറുന്നേ ഉള്ളൂ. കണ്ട തിരമാലയൊക്കെ അടിക്കുന്നുണ്ട്. ഒരു 2 പിള്ളേർ അവിടെ വെള്ളത്തിലിങ്ങനെ തിരമാലിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോൾ തിര അടിച്ചുകൊണ്ട് കണ്ട തിര അടിക്കുന്നുണ്ട്. വാ, എന്താ വൈബ് അല്ലേ, സൂപ്പറല്ലേ. പ്ലീസ് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ട ഇവിടെ ഈ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുവശങ്ങളും നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. അതായത് പയ്യാമ്പലം ബീച്ചിൻ്റെ ആ എൻട്രൻസും ഒരു നടക്കുന്ന വേ ഇല്ല, അതും പിന്നെ ഈ തിരമാലകൾ എല്ലാം കാണാൻ പറ്റും. എല്ലാം കൂടി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. എല്ലാം കൂടി കാണുന്നത് കൊണ്ട് ആ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ നൈറ്റ് ആയി കഴിഞ്ഞാൽ ആ വെളിച്ചം കൂടി കാണുമ്പോൾ വേറെ തന്നെ ഒരു വൈബായിട്ട് വരും. എന്താ തിര അല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗെയ്സ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ.